മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരും, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരും രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്കൊരു പ്രഭാതത്തിലൂടെ ദൈവസനിലേക്ക് അടുത്തു വരുവാൻ ദൈവം അന്വേഷിപ്പാനും ഇടയാക്കുന്നല്ലോ. എല്ലാവർക്കും ക്രിസ്തുയേശുള്ള സ്നേഹവന്ദനം. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 16-ാമത്തെ വാക്യം വരെ വായിക്കാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധരുണ്ടവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരോട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ പത്രോസ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ എങ്ങനെയായിരിക്കണം? അവർ വിശുദ്ധിയോടെ കാത്തിരിക്കണം. വിശുദ്ധിയോടെ കാത്തിരിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഈ 3 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്ന. വിശുദ്ധിക്ക് ജീവിതത്തിൽ തടസ്സമാകുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞത്. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ജഡത്തിൻ്റെ മോഹങ്ങൾ, പാപത്തിൻ്റെ ഇമ്പങ്ങൾ, അതിന് ഇപ്പോഴും ഉണ്ട് ജഡത്തിൽ. എന്നാൽ അതിനെ മാതൃകയാക്കരുത്, അതിനെ താലോലിക്കരുത്. 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഇതൊക്കെ പഴയ ജീവിതത്തിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതത്തിലാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യരുത്. പണ്ടത്തെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു, ശകാരത്തിന് പകരം ശകാരം ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു. അതിന് പാടില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പത്രോസ് പറയുന്നുണ്ട്, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതിയുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഈ 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ അത് കാണാൻ കഴിയും. ഇതൊക്കെ പഴയ അജ്ഞാനകാലത്തുള്ള ജീവിതത്തിൻ്റെ സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പത്രോസ് പറയുകയാണ്, അതൊക്കെ ഇനി നിങ്ങൾ മാതൃകയാക്കിയാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ക്രിസ്തീയ ജീവിതത്തിന് വിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. നാം രക്ഷിക്കപ്പെട്ടതിന് മുമ്പുണ്ടായിരുന്ന ആ പഴയ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നാം പിന്തുടരുന്നുണ്ടോ? അതോ അവയെല്ലാം നമ്മൾ ക്രൂശിച്ചുകൊണ്ട്, അവയെല്ലാം വെടിഞ്ഞുകൊണ്ട് അവയുടെ മേൽ ജയം നേടി ഒരു വിശുദ്ധിയോടെ നയിക്കുന്നുണ്ടോ? എവിടെ വിശുദ്ധിയുണ്ടോ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. എവിടെയോ വിശുദ്ധിയുണ്ടോ അവിടെയാണ് ദൈവത്തിന് ഹിതകരമായൊരു ജീവൻ ദൈവത്തിന് ഹിതകരമായ ജീവൻ നയിപ്പാൻ നമുക്ക് കഴിയുന്നത്. വിശുദ്ധമായ ഉപകരണങ്ങളെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ എത്രത്തോളം വിശുദ്ധി നമ്മൾ നയിച്ചു എന്നുള്ളത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വെളിപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ പ്രതിഫലത്തെ അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിശുദ്ധിയുള്ളിടത്താണ് സന്തോഷമുള്ളത്, വിശുദ്ധിയുള്ളിടത്താണ് സമാധാനമുള്ളത്, വിശുദ്ധിയുള്ളിടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത്. അതുകൊണ്ട് നമുക്ക് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്.
അടുത്തതായിട്ട് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. നിങ്ങളെ എങ്ങനെയുള്ള ദൈവമാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധനാ. അവിടുന്ന് 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. അതിൻ്റെ 22-ാം വാക്യത്തിൽ അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാപരഹിതനായ ഒരു കർത്താവാണ്, പാപരഹിതനായ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി വിശുദ്ധ വിളി കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ എന്നുള്ളതിന് യാതൊരു ഒത്തുതീർപ്പും ഇല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അപ്പോൾ നമ്മളുടെ വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമുക്ക് തോന്നുന്ന പോലെയല്ല. ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് നാം ജീവിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് അനുസരണമുള്ള മക്കളായി. അപ്പോൾ ഈ വിശുദ്ധി എങ്ങനെ ഉണ്ടാകുന്നു? ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവവചനം അനുസരിക്കുമ്പോൾ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, വചനത്തിൽ നാം നിലനിൽക്കുമ്പോൾ, വചനപ്രകാരം ജീവിക്കുമ്പോൾ, വചനവിരുദ്ധമായതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ നാം വിശുദ്ധീവൻ നയിക്കുകയാണ്. വചനം അനുസരിക്കാത്തവർക്ക് വിശുദ്ധീവൻ നയിപ്പാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാകട്ടെ. ദൈവവചനത്തിലെ പ്രമാണങ്ങളോട് നമുക്ക് അനുസരണം കാണിക്കാൻ കഴിയുന്നുണ്ടോ? അതോ അശുദ്ധിയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് പരിശോധിക്കുക. അശുദ്ധി തുടർന്നാൽ അത് ന്യായവിധിക്ക് കാരണമായി തീരും എന്ന് നാം മറന്നു പോകരുത്. അടുത്തതായിട്ട് പറയുകയാണ്, എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും ഒന്ന് പരിശോധിക്കാം. ഏതെങ്കിലും മേഖലകളിൽ അശുദ്ധി കടന്നു വന്നിട്ടുണ്ടോ? നാം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നാം നമ്മുടെ ചിന്താലോകത്ത് അശുദ്ധി കടന്നു വന്നിട്ടുണ്ടോ? ഇതൊക്കെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്കുണ്ട്. പാപത്തെ ജയിപ്പാൻ നമുക്ക് ദൈവശക്തിയുണ്ട്, ദൈവകൃപയുണ്ട്. അത് പ്രാപിച്ച് വിശുദ്ധരായിരിക്കണം. അവസാനമായി പഴയ നിയമത്തിലൊരു വാക്യം ഉദ്ധരിക്കുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം, യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം പറഞ്ഞ കാര്യമാണ്, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവം ഒരാളാണ്. വിശുദ്ധിയുടെ കാര്യത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ മാനദണ്ഡമാണ്. ഇസ്രായേലായാലും പുതിയ നിയമസഭയാകുന്ന ദൈവമക്കളായിരുന്നാലും എല്ലാവരും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റമില്ലാത്തതുകൊണ്ട് ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അശുദ്ധി കടത്തിവിടാൻ ജനം ആഗ്രഹിക്കുകയാണ്. ലോകം അശുദ്ധി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പിശാച് അശുദ്ധി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുവാനും, ദൈവത്തിന്റെ കൽപ്പനയാണ് വിശുദ്ധ ജീവിതമെന്നും വിശുദ്ധ ജീവിതത്തിലാണ് സന്തോഷവും പ്രത്യാശയും ഒരുക്കവും എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാനും വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരു, ആത്മശക്തിയാൽ എന്നുള്ളം